ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ചാറ്റ് വിത്ത് ഗ്രൗണ്ട് ബ്രേക്കർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ള അതിഥി എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ ട്രെയിനർ, അതുപോലെ തന്നെ കരിയർ ആൻഡ് പ്ലേസ്മെൻറ്റ് എക്സ്പേർട്ട്, അതുപോലെ തന്നെ ഒരു അധ്യാപകൻ. ഇങ്ങനെ ഒട്ടനവധി വിശേഷണങ്ങൾ ഈ ഇദ്ദേഹത്തിന് വേണ്ടി നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. 8 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബർ കൂടിയാണ് ഇദ്ദേഹം. ഇപ്പോൾ തന്നെ ഞാൻ ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഡോക്ടർ ബ്രിജേഷ് ജോർജ് സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. ഇപ്പം എൻ്റെ ഇൻട്രൊഡക്ഷനിൽ ഞാൻ ഒരുപാടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം സാറ് തന്നെ സാറിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ട്രീസ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. ഞാനൊരു എഴുത്തുകാരൻ കൂടിയാണ്. പ്രത്യേകിച്ച് ഈ കരിയർ ആൻഡ് പ്ലേസ്മെൻറ്റ്സ് അതുമൊക്കെയായി ബന്ധപ്പെട്ട്, പിന്നെ കൊമേഴ്സ് ഇതിനൊക്കെ വേണ്ടിയിട്ട് എൻ്റെ ചില പുസ്തകങ്ങൾ മലയാള മനോരമയൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു യാത്രികൻ കൂടിയാണ്. 30 രാജ്യങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു പുസ്തകത്തിൻ്റെ എഴുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ ആ പുസ്തകം പ്രസിദ്ധീകരിക്കും. ഇതൊക്കെയാണ് നമ്മൾ. ഒരു ടീച്ചറാണ്, ട്രെയിനറാണ്, കരിയർ ആൻഡ് പ്ലേസ്മെൻറ്റ് എക്സ്പേർട്ടാണ്, യാത്രികനാണ്, യൂട്യൂബറാണ്. ഇതൊക്കെയാണ് നമ്മളെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് സാറ് കരിയർ ആൻഡ് പ്ലേസ്മെൻറ്റ് എക്സ്പേർട്ട് ആണെന്നുള്ള ഒരു കാര്യം. സാർ എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് എത്തിയത്? കരിയർ എങ്ങനെ വളർത്തണം, അല്ലെ എങ്ങനെ ഒരു ജോലി കിട്ടും എന്നൊന്നും അറിയാൻ മേലാത്തൊരു വ്യക്തിയായിരുന്നു ഞാനും ജോലിക്ക് വേണ്ടിയൊക്കെ ഒത്തിരി അലഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ ഫീൽഡിലേക്ക് എത്തുന്നത്, ഞാൻ രാജഗിരി കോളേജിൽ പ്ലേസ്മെൻറ്റ് ഓഫീസറായിട്ട് എനിക്ക് സെലക്ഷൻ കിട്ടി. അപ്പോൾ ഡെഫിനറ്റ്ലി കുട്ടികൾക്ക് വേണ്ടി കമ്പനികളെ കണ്ടെത്തേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയാണ് ഈ പ്ലേസ്മെൻറ്റിലേക്ക് എത്തിയത്. പിന്നീട് ഞാൻ IPSR എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്, അതിൻ്റെ പ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇൻവോൾവായി. പിന്നീട് മെരിയൻ കോളേജിലേക്ക് വന്നു. 2004 മുതൽ മെരിയൻ കോളേജിൽ ഉണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ പ്ലേസ്മെൻറ്റ് ഓഫീസർ എന്ന നിലയിൽ 2006 പ്ലേസ്മെൻറ്റ് ഓഫീസേഴ്സ് കൺസോർഷ്യത്തിൻ്റെ ചെയർമാനായി. അപ്പോൾ അതുമുതൽ ഈ മേഖലയിൽ അവസരങ്ങൾ കുട്ടികൾക്ക് വേണ്ടി കണ്ടെത്തുന്നതിനായിട്ടുള്ള എഫർട്ട്സ് ആരംഭിച്ചു. പിന്നീട് കരിയർ ഓപ്പർച്യൂണിറ്റികളെക്കുറിച്ചൊക്കെ പഠിക്കാനായിട്ട് ആരംഭിച്ചു. അപ്പോൾ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുക എന്നതിൽ നിന്നാണ് നമ്മളിത് ആരംഭിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 10-20 കൊല്ലമായിട്ട് ഈ കരിയർ ആൻഡ് പ്ലേസ്മെൻറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നു. സാർ ഒരു യൂട്യൂബറാണ്, അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറാണ്. അപ്പം ഒരുപാട് അധികം ആളുകൾക്ക് ജോലി അവസരങ്ങളെ പറ്റിയൊക്കെ സാർ ഒരുപാട് ക്ലാസ്സുകൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു 25,000-ഓളം ആളുകൾക്ക് ജോലി ലഭിക്കാനായിട്ട് സാറ് കാരണക്കാരനുമായിട്ടുണ്ട്. അപ്പം ഇതൊക്കെ എങ്ങനെയാണ് സാറിന് ചെയ്യാനായിട്ട് സാധിച്ചത്? ട്രീസ പറഞ്ഞ പോലെ കഴിഞ്ഞ ഒരു 10-20 കൊല്ലം കൊണ്ട് ഒരു 10-25,000 പേരെ ജോലിയിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞു. നമ്മൾ ജോലി വാങ്ങിച്ചു കൊടുത്തു എന്നുള്ളതല്ല, ജോലി അവസരങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കും. കുട്ടികൾ അവരുടെ സ്വന്തം എഫർട്ട്സിലൂടെ ആ കമ്പനി അവസരങ്ങൾ ഉപയോഗിച്ച് അതാത് കമ്പനികളിലേക്ക് എത്തുന്നു. ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് പ്ലേസ്മെൻറ്റ് മേഖലയിലുള്ള ഒരു വ്യക്തിയാണ് എന്ന്. അപ്പോൾ ആദ്യകാലങ്ങളിൽ നമ്മൾ വർക്ക് ചെയ്ത സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട്, അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കണ്ടെത്തി നൽകിയിരുന്നത്. പിന്നീട് നമുക്ക് പരിചയമുള്ള കുട്ടികളിൽ നിന്നൊക്കെ റിക്വയർമെൻറ്റ്സ് വന്നു, ഡിമാൻഡ്സ് വന്നു, അവർക്കൂടെയൊക്കെ ജോലി അവസരങ്ങൾ കണ്ടെത്താമോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ കുറേയും കൂടെ വിശാലമാക്കി. അപ്പോൾ ആദ്യകാലങ്ങളിൽ ഈ ഗൂഗിളിൻ്റെ ഒരു ഗൂഗിൾ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറേ ആളുകൾക്ക് അറ്റ് എ ടൈം നമുക്ക് മെയിലൊക്കെ അയക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഗൂഗിൾ ഗ്രൂപ്പ്സിലൂടെ ആയിരക്കണക്കിന് ലക്ഷത്തിനടുത്ത ആൾക്കാർ നമ്മളുമായിട്ട് കണക്റ്റഡായി. അപ്പോൾ അവരിലേക്ക് മെയിൽ അയച്ചുകൊണ്ട് ജോബ് ഓപ്പർച്യൂണിറ്റി അറിയിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കൂടുതൽ ആൾക്കാരിലേക്ക് പ്ലേസ്മെൻറ്റ് റീച്ച് ചെയ്തത്. പിന്നീട് സോഷ്യൽ മീഡിയ ഒക്കെ വന്നപ്പോൾ ട്രീസ സൂചിപ്പിച്ചതുപോലെ യൂട്യൂബിലൂടെ നമ്മൾ തൊഴിലവസരങ്ങൾ അറിയിക്കാനായിട്ട് തുടങ്ങി. യൂട്യൂബിൽ ഇപ്പോൾ ഒരു 8 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിലൂടെ ജോബ് ഓപ്പർച്യൂണിറ്റി നൽകുന്നുണ്ട്. പിന്നെ എനിക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്, 148 വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഒരു വാട്സാപ്പ് ചാനലുണ്ട്, ഒരു 10-60,000 പേരുള്ള. അപ്പോൾ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയകളിലൂടെ ഇപ്പോൾ വരുന്ന ജോബ് ഓപ്പർച്യൂണിറ്റി നമ്മൾ ആൾക്കാരിലേക്ക് എത്തിക്കുന്നു. അപ്പം നമ്മളുടെ കോളേജുമായി ബന്ധപ്പെട്ട പ്ലേസ്മെൻറ്റ്സ് ഉണ്ട്. പ്ലേസ്മെൻറ്റ് ഓഫീസേഴ്സ് കൺസോർഷ്യത്തിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ കേരളത്തിലെ പല കോളേജുകളിലെയും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്ലേസ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ളവർക്കുള്ള പ്ലേസ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ. അതുകൂടാതെ മെരിയൻ കോളേജിലേക്ക് ഞാൻ വന്നത് 2004-ലാണ്, 2005-ലാണ്. അതുമുതൽ ഒത്തിരി പൂൾഡ് റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവുകൾ മെരിയൻ കോളേജിൽ നമ്മൾ വെക്കും. പൂൾഡ് റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ മെരിയൻ കോളേജിലെ കുട്ടികൾ മാത്രമായിരിക്കത്തില്ല, കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ നമ്മുടെ കോളേജിലേക്ക് വന്ന് റിക്രൂട്ട്മെൻറ്റ്സ് അറ്റൻഡ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെയൊക്കെ എല്ലാം കൂടെ ഓരോ വർഷവും 10,000 പേരെ ജോലി അവസരങ്ങൾ കാണിച്ചു കൊടുക്കുന്നതിനും അതിലൂടെ ജോലിയിലേക്ക് എത്താനായിട്ടും കാണിക്കും. അങ്ങനെയാണ് കഴിഞ്ഞ ഒരു 10-20 കൊല്ലം കൊണ്ട് ഒരു 25,000 പേരെയോളം ജോലിയിലേക്ക് എത്തിക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്.
ഇപ്പോൾ ഉള്ള യുവാക്കൾക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് അവരുടെ സ്ട്രെങ്ത് എന്താണ്, അവരുടെ പാഷൻ എന്താണെന്ന് അവർക്ക് തന്നെ ചിലപ്പോഴൊക്കെ തിരിച്ചറിയാനായിട്ട് പറ്റാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പം ഇതിനായിട്ട് എന്താണ് സാറ് റെക്കമെൻഡ് ചെയ്യുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ടത് ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചി കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറയാറുണ്ട് ചില കുട്ടികൾക്ക് അവർക്ക് സ്വന്തമേ അവരുടെ അഭിരുചി കണ്ടെത്താനായിട്ട് പറ്റും. ചിലപ്പം ടീച്ചേഴ്സോ അല്ലെ പേരൻസോ ഒക്കെ അവരെ ഹെൽപ്പ് ചെയ്ത് കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ പി ടി ഉഷയെക്കുറിച്ച് പറയാറുണ്ട്. പി ടി ഉഷയ്ക്ക് ഒരു ഓടാനൊരു കഴിവുണ്ട് എന്നുള്ളത് പി ടി ഉഷയുടെ ഒരു അധ്യാപകനാണ് കണ്ടെത്തിയത്. ബാലകൃഷ്ണൻ എന്നെന്തോ പറഞ്ഞൊരു അധ്യാപകൻ. അപ്പോൾ അതിൻ്റെ പിന്നിലൊരു കഥയൊക്കെ ഉണ്ട്, ഞാനിപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നത് അധ്യാപകരുടെയോ പേരൻസിൻ്റെയോ നമുക്ക് സ്വയമേ ഒക്കെ ആപ്റ്റിറ്റ്യൂഡ് കണ്ടെത്താനായിട്ട് കഴിയും. പക്ഷേ എപ്പോഴും അത് കഴിയണമെന്നില്ല. ഇപ്പോൾ ഈ കാലത്ത് കുറേ സയൻറ്റിഫിക് ആയിട്ടുള്ള ടൂൾസൊക്കെ ഉണ്ട്. ഇപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളൊക്കെ ഉണ്ട്, ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. അപ്പം അങ്ങനെയുള്ള ടെസ്റ്റുകളിലൂടെ ശാസ്ത്രീയമായി തന്നെ നമ്മുടെ അഭിരുചി കണ്ടെത്താനായിട്ട് പറ്റും. അഭിരുചി കണ്ടെത്തിയാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ആ മേഖലയിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് നോക്കണം. ഇപ്പോൾ എനിക്ക് എഴുതാനായിട്ടൊരു അഭിരുചിയുണ്ട്. പണ്ട് ഞാൻ കുറേ എഴുതുമായിരുന്നു. ഇപ്പോൾ ആ അഭിരുചി ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് കുറഞ്ഞു. അപ്പോൾ ഒരു കുട്ടി അവൻ്റെ അഭിരുചി കണ്ടെത്തണം, അതിനോടൊപ്പം അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് കണ്ടെത്തണം. പിന്നെയാണ് താൻ ഈ പറഞ്ഞ സ്ട്രെങ്ത് ഉണ്ടോ എന്നുള്ള കാര്യം, അത് വളരെ പ്രധാനപ്പെട്ട അല്ലേ. സ്കിൽസ് ഉണ്ടോ, സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പക്ഷേ അഭിരുചി ഉണ്ടോ എന്ന് കണ്ടെത്തുക വളരെ പ്രധാനപ്പെട്ടാണ്. അതിന് നമുക്ക് സ്വയമേ കണ്ടെത്താം, പേരൻസിൻ്റെ ഹെൽപ്പ് എടുക്കാം. അല്ലെങ്കിൽ ഇനി ചിലർക്ക് അതിന് കഴിയുന്നില്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളൊക്കെ ഉപയോഗിച്ച് അഭിരുചി കണ്ടെത്തി അങ്ങനെയുള്ള മേഖലയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിയുമ്പോൾ എനിക്ക് കൊള്ളാം എന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ, ഞാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു റിസർച്ച് നടത്തുക എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ എനിക്ക് കൊള്ളാം എന്ന് കണ്ടാൽ പിന്നെ ആ മേഖലയിൽ പഠനങ്ങളൊക്കെ നടത്തി. ഇപ്പോൾ താൻ ജേർണലിസം പഠിക്കാനായിട്ട് വന്നത് ഒരുപക്ഷെ അതിനകത്തൊരു താല്പര്യം തോന്നിയുകൊണ്ടായിരിക്കും, ഒരു അഭിരുചി തോന്നിയുകൊണ്ടായിരിക്കും. പിന്നീട് നമ്മൾ ആ കോഴ്സിനെ കുറിച്ച് പഠിച്ചു, അതെനിക്ക് പറ്റുന്നതാണെന്ന് കണ്ടെത്തിയാൽ പിന്നെ നമ്മൾ ആ ഫീൽഡിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ വെറുതെ ഒരു മേഖലയിലേക്ക് പോകാതെ ആദ്യം നമ്മൾ അഭിരുചി നോക്കി, സ്കില്ല് നോക്കി, നമ്മുടെ ഇൻട്രസ്റ്റൊക്കെ നോക്കി ആ മേഖലയെക്കുറിച്ച് പഠിച്ചിട്ട് പോകുമ്പോഴാണ് അത് നമുക്ക് കൂടുതൽ യൂസ്ഫുള്ളായിട്ട് മാറും. അപ്പോൾ അതാണ് എനിക്കതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇപ്പം നമ്മൾ സ്കില്ലുകളെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പം ഇന്നത്തെ ജോബ് മാർക്കറ്റ് കുറച്ച് സ്കിൽ ഒക്കെ എടുക്കണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അങ്ങനെ പറയുന്ന കുറച്ച് സ്കില്ലുകൾ, നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ള കുറച്ച് സ്കില്ലുകൾ ഏതൊക്കെയാണെന്നൊന്ന് പറയാമോ? ഓക്കെ, ജോബ് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഞാൻ സാറിന് പറയാറുണ്ട്, നമ്മൾ ഏറ്റവും ഡെവലപ്പ് ചെയ്യേണ്ട എംപ്ലോയബിലിറ്റി സ്കില്ലാണ്. എംപ്ലോയി എബിലിറ്റി സ്കിൽ, അതായത് ഒരാളെ എംപ്ലോയ് ചെയ്യാൻ, ജോലിക്കെടുക്കാൻ പറ്റുന്ന ചില കഴിവുകൾ നമുക്ക് വേണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അൺഎംപ്ലോയ്മെൻ്റ് അല്ല പ്രശ്നം, അൺഎംപ്ലോയബിലിറ്റിയാണ്. അതായത് തൊഴിലില്ലായ്മയല്ല പ്രശ്നം, കഴിവില്ലായ്മയാണ്. അപ്പോൾ ജോലിക്ക് വേണ്ട ചില സ്കില്ലുകൾ, എംപ്ലോയബിലിറ്റി സ്കില്ലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അത് പ്രത്യേകിച്ച് പറഞ്ഞാൽ 2 തരം സ്കില്ലുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒന്നിനെ നമുക്ക് ഹാർഡ് സ്കിൽ എന്ന് വിളിക്കാം, മറ്റൊന്നിനെ സോഫ്റ്റ് സ്കിൽ എന്ന് വിളിക്കാം. ഹാർഡ് സ്കിൽ എന്ന് പറഞ്ഞാൽ ടെക്നോളജി സ്കില്ലാണ്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മേഖലയുമായി ബന്ധപ്പെട്ട ടെക്നോളജി അറിയുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കമ്പ്യൂട്ടർ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം പ്രോഗ്രാമിംഗ് ആണെങ്കിൽ ആ പ്രോഗ്രാമിംഗ് നോളജ് ഉണ്ടാവുക, ലോജിക്കൽ സ്കിൽ ഉണ്ടാവുക, അത് ഹാർഡ് സ്കില്ലാണ്, ടെക്നോളജി അറിയുക എന്നുള്ളതാണ്. ഇപ്പറേ സോഫ്റ്റ് സ്കിൽ എന്ന് പറഞ്ഞൊരു സാധനം കൂടി വേണം, അതെല്ലാവർക്കും വേണം. ഉദാഹരണത്തിന് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ആശയവിനിമയം നടത്തുക, ലീഡർഷിപ്പ് സ്കില്ല്, അല്ലെങ്കിൽ എഡ്യൂക്കേറ്റ് ആൻഡ് മാനേഴ്സ് എന്ന് പറയും, പെരുമാറ്റ രീതി, ടൈം മാനേജ്മെൻറ്റ് സ്കിൽ, ഇങ്ങനെ കുറേ സ്കില്ലുകൾ. ഇതാണ് സോഫ്റ്റ് സ്കിൽ എന്ന് പറഞ്ഞാൽ. പലപ്പോഴും നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികളുടെ ഹാർഡ് സ്കില്ല് ഡെവലപ്മെൻറ്റ് നടക്കാറുണ്ട്. അതായത് അവർ തിയറി നന്നായിട്ട് പഠിക്കുന്നു, അതിൻ്റെ പ്രാക്ടിക്കൽ പഠിക്കുന്നു, അവർ പഠിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നല്ല നോളജുണ്ട്. പക്ഷേ ഒരു ഇൻ്റർവ്യൂവിൽ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണമെന്ന് വരത്തില്ല, അല്ലെങ്കിൽ ഒന്ന് നന്നായിട്ട് പെരുമാറാൻ അവർക്ക് പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ ഹാർഡ് സ്കില്ലും കൊണ്ട് മാത്രം കാര്യമില്ല, ഇപ്പറേ സോഫ്റ്റ് സ്കില്ലും കൂടി ഡെവലപ്പ് ചെയ്യണം. ഈ 2 സ്കില്ലൂടെ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ എംപ്ലോയബിളായി മാറുക. ആ എംപ്ലോയബിലിറ്റി സ്കിൽസാണ് ഒരു ജോലിയിലേക്ക് വേണ്ട ഏറ്റവും വലിയ സ്കിൽസ്. ഇപ്പം സാറ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പം എനിക്കൊരു സംശയം എന്ന് വെച്ചാൽ, ഇപ്പം ഒരുപാട് ഓൺലൈൻ കോഴ്സുകളൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പം ഇപ്പോഴത്തെ ജോലികൾക്കും അത് ആവശ്യമായിട്ട് പറയുന്നുണ്ട്, റിക്വയർമെൻ്റ് ആയിട്ടൊക്കെ പറയാറുണ്ട്. അപ്പം അങ്ങനെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കോഴ്സുകളെ കുറിച്ച് പറയാമോ? ഓൺലൈൻ കോഴ്സുകളെ പറ്റി. ഓൺലൈൻ കോഴ്സ് ഈ മൂക്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. മൂക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂക്കല്ല, മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സുകൾ. അതായത് ഈ ഓൺലൈനിൽ ഇക്കാലത്ത് എന്തും പഠിക്കാം. പ്രത്യേകിച്ച് ഈ കോവിഡിന് ശേഷം നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് എന്തും പഠിക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ എപ്പോഴും ഈ മൂക്ക് കുട്ടികൾക്ക് അഡ്വൈസ് ചെയ്യാറുണ്ട്. ഇപ്പം ഒരാൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു, BCom പഠിക്കുന്നു.
ആ ആൾക്കൊരു ഇൻ്റർവ്യൂവിൽ പോകുമ്പം ഐ എം എ BCom ഗ്രാജുവേറ്റ് ഫ്രം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നതിനോടൊപ്പം ഐ ഹാവ് എ സർട്ടിഫിക്കേഷൻ ഇൻ വാല്യൂ ആഡഡ് ടാക്സ് ഫ്രം സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി എന്നൂടെ പറഞ്ഞാൽ അയാളുടെ അടുത്ത ലെവലിലേക്ക് അയാൾക്ക് ഉയരാനായിട്ട് പറ്റും. അപ്പോൾ MG യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ഒരാൾക്ക് ലോകത്തിലെ തന്നെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയായ സ്റ്റാൻഫോർഡിൽ നിന്ന് എങ്ങനെ ഒരു സർട്ടിഫിക്കേഷൻ നേടാനായിട്ട് പറ്റും? അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഡെയിലി ഒരു 1 അവർ വെച്ച് ഒരു മാസം ശ്രമിച്ചാൽ കിട്ടാനുള്ളതേ ഉള്ളൂ. വലിയ പണം ചിലവുമില്ല. അപ്പം ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഏത് മേഖലയിലാണോ ആ മേഖലയിൽ നമ്മുടെ സിലബസിൽ പഠിക്കുന്നതിനോടൊപ്പം അതിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ടോപ്പിക്സ് കഴിയുമെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരു ചോദ്യം വരും, ഹാർവേഡ്, സ്റ്റാൻഫോർഡ്, അല്ലെ MIT, അല്ലെ കേംബ്രിഡ്ജ്, ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ എങ്ങനെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും എന്നുള്ളത്. ഈ യൂണിവേഴ്സിറ്റികളുടെയൊക്കെ കോഴ്സുകൾ, ഷോർട്ട് ടേം കോഴ്സുകൾ, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസൊക്കെ ഞാൻ ഈ പറഞ്ഞ MOOC പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ്. ഉദാഹരണത്തിന് ഇപ്പം എഡെക്സ്, ഖാൻ അക്കാഡമി, കോഴ്സറ, ഉഡമി, ഉഡാസിറ്റി, ഇങ്ങനെ കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അല്ലെ UGCയുടെ ഒക്കെ സ്വയം പോലെയുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്, NPTEL പോലെയുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ പോയിട്ട് നമുക്കിഷ്ടപ്പെട്ട ഷോർട്ട് ടേം കോഴ്സുകൾ, പ്രത്യേകിച്ച് നമ്മുടെ പഠന മേഖലയുമായി ബന്ധപ്പെട്ട ഷോർട്ട് ടേം കോഴ്സുകൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത് നമ്മളുടെ പഠനത്തെ ഒന്ന് സപ്ലിമെൻ്റ് ചെയ്യും എന്ന് മാത്രമല്ല, ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ ഇപ്പം ഒരു NPTEL പോയാൽ ചിലപ്പോൾ ഒരു IMൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ആയിരിക്കും കിട്ടുക. അപ്പോൾ MG യൂണിവേഴ്സിറ്റിയുടെ BComനോടൊപ്പം എനിക്കൊരു IMൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി എൻ്റെ പ്രൊഫൈൽ റിച്ച് ആവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ പോയിട്ട് നമ്മുടെ പഠനത്തോടൊപ്പം ഇങ്ങനെയുള്ള കോഴ്സുകൾ കൂടി ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എനിക്ക് IME എന്നൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, അല്ലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി എന്നൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നോർത്ത് കാര്യമില്ല. ഒരു ഇൻ്റർവ്യൂവിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് എന്ത് IMൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ടും കാര്യമില്ല. അപ്പം ഇങ്ങനെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് സർട്ടിഫിക്കേഷനിൽ എടുക്കുക പ്രധാനപ്പെട്ടാണ്. അതിൽ നോളജും കൂടി ഡെവലപ്പ് ചെയ്യണം, ഇല്ലെങ്കിൽ കാര്യമില്ല. അപ്പം MOOC പ്ലാറ്റ്ഫോംസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാണ്. ഈ തൊഴിൽ സാധ്യതകൾ കുറിച്ച് നമുക്കിപ്പം ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. അപ്പം ഇനി ഏത് തൊഴിൽ മേഖലയിലാണ് കൂടുതൽ തൊഴിൽ അവസരങ്ങൾ വരിക, അങ്ങനത്തെ ഒരു പേടി ഇപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും തന്നെ ഇത് കാണും. അപ്പം അതിനെക്കുറിച്ച് 2 വാക്ക് പറയാമോ? ഇപ്പോഴത്തെ ഈ കാലത്ത് ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നത് IT കമ്പനികളാണ്. അത് നിങ്ങൾ ഏത് ഫീൽഡിൽ നിന്നുള്ളവരായിക്കൊള്ളട്ടെ, ഏറ്റവും വലിയ എംപ്ലോയേഴ്സ് IT കമ്പനികളാണ്. നമുക്കറിയാം ഈ ടോപ്പ് IT കമ്പനികൾ, ഇപ്പോൾ വിപ്രോ, ഇൻഫോസിസ്, TCS, ഇവരൊക്കെ ഓരോ വർഷവും 1,00,000 പേരൊക്കെയാണ് ഹയർ ചെയ്യുന്നത്. അപ്പോൾ ഏത് മേഖലയിൽ നിന്നുള്ളവർക്കും ഇക്കാലത്ത് ഏറ്റവും കൂടുതൽ അവസരങ്ങളുള്ളത് IT-യിലാണ്. പക്ഷേ കഴിഞ്ഞ 1-2 കൊല്ലങ്ങളായിട്ട് ഈ IT കമ്പനികളുടെ റിക്രൂട്ട്മെൻറ്റ് അല്പം സ്ലോയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്സും ഒക്കെ അല്പം സ്ലോ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പം എവിടെയാണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റി എന്ന് ചോദിച്ചാൽ IT കമ്പനികൾ എന്നാണ് ഞാൻ മറുപടി പറയുക. പക്ഷേ IT കമ്പനികൾ IT-ക്കാരെ എടുക്കത്തുള്ളൂ എന്നുള്ളതല്ല, അവരെ BComകാരെ എടുക്കും, അവർ ജേർണലിസം പഠിച്ചവരെ എടുക്കും. ഇപ്പോൾ അടുത്ത കാലത്തല്ല, കഴിഞ്ഞ കൊല്ലം എൻ്റെ അടുത്ത് വന്നൊരു റിക്വയർമെൻ്റാണ്. വിപ്രോ എന്ന IT കമ്പനി, അവർ ഏതാണ്ട് 1000-ഓളം BComകാരെ അവർ ഹയർ ചെയ്യുന്നു. അത് കേരള, തമിഴ്നാടിൽ നിന്ന് 2 സ്റ്റേറ്റിൽ നിന്ന് വേണം അവർക്ക് 1000 പേരെ ഹയർ ചെയ്യാൻ. അപ്പോൾ ഒരു IT കമ്പനിയിൽ വേണ്ടത് കൊമേഴ്സുകാരെ ആവശ്യമാണ്, അല്ലേ? അപ്പം ഏത് മേഖലയിൽ നിന്നുള്ളവർക്കും IT-യിലാണ് അവസരങ്ങളുള്ളത്. ഇനി ഭാവിയിലെ അവസരങ്ങൾ എന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് IT-യുമായി റിലേറ്റ് ചെയ്ത, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നു, അല്ലേ? AI-യുടെ ഒത്തിരി മാറ്റങ്ങൾ പല മേഖലയിലും വരുന്നു. അപ്പം പക്ക ഒരു IT എന്ന് പറയാതെ IT റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയകളിലായിരിക്കും ഭാവിയിലും, അല്ലെ IT-യുടെ ഒരു ഇംപ്ലിമെൻറ്റേഷനായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലായിരിക്കും ഭാവിയിലും അവസരങ്ങൾ വരിക എന്നുള്ളതാണ്. അപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഈ റെപ്പറ്റീറ്റീവായിട്ടുള്ള ജോലികൾ, അതായത് എന്താ പറയുക, പല ജോലികളും ഇന്ന് മെഷീൻസിന് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡേറ്റ എൻട്രി എന്ന് പറഞ്ഞൊരു ജോലിയുണ്ട്, അല്ലേ? ഒത്തിരി ഗവൺമെൻറ്റിലൊക്കെ ഇപ്പോഴും ആളുകളെ വിളിക്കുന്ന ഇങ്ങനെയുള്ള ജോലികളൊന്നും ഇനി നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. ഒരു ടെക്സ്റ്റ് നോക്കി അത് എൻ്റർ ചെയ്യാനായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള റെപ്പറ്റീറ്റീവായുള്ള ജോലികൾ ഭാവിയിൽ ഒരു സ്കോപ്പ് കാണത്തില്ല എന്നുള്ളതാണ് വിശ്വാസം. അപ്പോഴും മനുഷ്യൻ്റെ ക്രിയേറ്റിവിറ്റി വേണ്ട ജോലികൾക്ക് ഡെഫിനറ്റ്ലി ഡിമാൻഡ് ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെ ഈ ഒരു വിശ്വാസം. അപ്പോൾ അതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളത്.
നമ്മളിപ്പോൾ IT മേഖലയിലെ തൊഴിൽ സാധ്യതകളെ കുറിച്ചൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞു. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യം, ഇപ്പം നമ്മൾ ഫ്രഷേഴ്സിനെ അവരെടുക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇപ്പോഴും ഫ്രഷേഴ്സിനൊക്കെ ജോലി കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി ഡിഫിക്കൽട്ട് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് ഈ കരിയർ ബ്രേക്ക് ഒക്കെ വരുന്നവർക്ക് തിരിച്ച് ജോലിയിലേക്ക് കയറുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് അനുഭവിക്കാറായിട്ടുണ്ട്. ശരി. അപ്പം ഇതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനായിട്ടുള്ളത്? ഓക്കെ. ഈ ഫ്രഷേഴ്സിനെ പലപ്പോഴും കമ്പനികൾ കൺസിഡർ ചെയ്യാതെ ഇരിക്കാനായിട്ടുള്ള കാരണം അവർക്ക് അനുഭവ പരിചയമില്ല എന്നുള്ളതാണ്, വേറെ ഒരു പ്രശ്നമുള്ളതായിട്ടല്ല. അപ്പം നമ്മൾക്ക് ഈ പാസ് ഔട്ട് ആവുമ്പോൾ തന്നെ അനുഭവ പരിചയം നേടുക, എക്സ്പീരിയൻസ് നേടുവാനായിട്ട് കഴിഞ്ഞാൽ ഈ പ്രശ്നമില്ല. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്, ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞാലേ ഉള്ളൂ, ഞങ്ങൾക്ക് എങ്ങനെ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാനായിട്ട് പറ്റും? അവിടെയാണ് ഞാൻ പലപ്പോഴും പറയുന്നത്, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പാർട്ട് ടൈം ജോലികൾ, ഫ്രീലാൻസർ ജോലികളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ പഠിക്കുമ്പോൾ ഇപ്പം പല കോളേജുകളിലും ഇപ്പോൾ ഉച്ച വരെ ക്ലാസ്സുകളുള്ളൂ, ഉച്ച കഴിഞ്ഞ് ഫ്രീ ആണ്. ഇങ്ങനെയുള്ള പാർട്ട് ടൈം ജോലികൾ ഇൻറ്റേൺഷിപ്പുകളും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ സമയം എടുത്തിരിക്കുന്നത്, അല്ലേ? അപ്പം നമ്മൾ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ ജോലികൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക, പ്രത്യേകിച്ച് നമ്മുടെ മേഖലയുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ട്രീസ ജേർണലിസം അല്ലേ പഠിക്കുന്നത്, അപ്പോൾ ട്രീസ ജേർണലിസവുമായി ബന്ധപ്പെട്ട് ഒരു ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അനുഭവ പരിചയം ഗെയിൻ ചെയ്യുവാണ്. ഇങ്ങനെയുള്ള ഇൻ്റർവ്യൂകൾ ഡെയിലിയോ അല്ലെങ്കിൽ ഒരു വീക്ക്ലി ഒരു 2 പ്രാവശ്യമൊക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ പാസ് ഔട്ട് ആകുന്ന സമയത്ത് എക്സ്പീരിയൻസ്ഡ് ആയി മാറുവാണ്. ഐ ഹാവ് 2 year എക്സ്പീരിയൻസ് ഇൻ ഇൻ്റർവ്യൂയിങ് പീപ്പിൾ, അല്ലേ എന്ന് പറയുന്ന പോലെ നമ്മുടെ ജോലി മേഖലയുമായി ബന്ധപ്പെട്ട ജോലികൾ പഠിക്കുന്ന സമയത്തും ചെയ്യുക. ചെയ്തു കഴിയുമ്പോൾ നമ്മൾ പഠന സമയത്ത് നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞു. അപ്പോൾ ഡെഫിനറ്റ്ലി കമ്പനികൾ നമുക്കൊരു പ്രിഫറൻസ് നൽകും. അപ്പം നമ്മളൊരു ഫ്രഷറല്ല, എക്സ്പീരിയൻസ്ഡ് ഫ്രഷറായിട്ട് മാറുകയാണ്. ഇനി രണ്ടാമത്തെ കാര്യം, കരിയറിൽ ഗ്യാപ്പ് വരാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം? ഈ 2 തരം ഗ്യാപ്പ് വരാറുണ്ട്. ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഈ ജോലി പഠിത്തം കഴിഞ്ഞു, ഇപ്പം നമ്മൾ ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു, ജോലി കിട്ടുന്നില്ല. 1 കൊല്ലം കഴിഞ്ഞാണ് ജോലിയിലേക്ക് എത്തുന്നതെങ്കിൽ ആ 1 കൊല്ലം ഗ്യാപ്പാണ്. അപ്പോൾ പലരും ചോദിക്കും, വാട്ട് വാസ് യു ഡൂയിങ് ഇൻ ദ ലാസ്റ്റ് 1 year? നമുക്ക് മറുപടിയില്ല, അല്ലേ? അപ്പോൾ അതൊരു വലിയ നെഗറ്റീവാണ് നമ്മുടെ പ്രൊഫൈലിൽ. അപ്പോൾ ഇത് വരാതിരിക്കാൻ ഞാൻ പലപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന, പല കുട്ടികളും പഠനത്തിന് ശേഷം വലിയ ബ്രാൻഡുകൾ അല്ലെ വളരെ മികച്ച ശമ്പളമുള്ള ജോലികൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഞാൻ സജസ്റ്റ് ചെയ്യാറുള്ള കാര്യം, നിങ്ങൾക്ക് പഠിത്തത്തിന് ശേഷവും പെട്ടെന്നൊരു നല്ല ജോലി കിട്ടിയില്ലെങ്കിലും, വലിയ ശമ്പളമില്ലെങ്കിലും, വലിയ ബ്രാൻഡ് അല്ലെങ്കിൽ പോലും പണി പഠിക്കാൻ പറ്റുന്ന ജോലികളാണെങ്കിൽ അവിടെ കയറുക. ശമ്പളം കുറവായിരിക്കും, ചിലപ്പോൾ ഒരു ട്രെയിനി ആയിരിക്കും, പക്ഷേ പണി പഠിക്കാനായിട്ട് പറ്റും. ഒരു 1 year ആ കമ്പനിയിൽ തുടർന്നാൽ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞു. ആ 1 year കഴിയുമ്പോൾ നമ്മുടെ ആഗ്രഹത്തിലുള്ള കമ്പനിയിലേക്ക്, അല്ലെ നമ്മൾ ഉദ്ദേശിക്കുന്ന ശമ്പളമുള്ള കമ്പനിയിലേക്ക് നമുക്ക് മാറാനായിട്ട് പറ്റും. ഈ ഗ്യാപ്പ് ഒന്നുമില്ല. അതിനു പകരം ഈ ജോലി തേടി 1 വർഷം നിന്നാൽ ഒരു വലിയ ഗ്യാപ്പ് വരികയാണ്. അപ്പോൾ എപ്പോഴും പഠനത്തിന് ശേഷം നമ്മൾ ഉദ്ദേശിക്കുന്ന ജോലി കിട്ടിയില്ലെങ്കിൽ പണി പഠിക്കാൻ പറ്റുന്ന ജോലിയിൽ കയറുക എന്നുള്ളതാണ്. ഇനി രണ്ടാമതൊരു കരിയർ ഗ്യാപ്പ് കൂടെ വരാറുണ്ട്. അത് പലപ്പോഴും ഈ പെൺകുട്ടികൾ വിവാഹത്തിനൊക്കെ ശേഷം ഒരു കുട്ടിയൊക്കെ ഉണ്ടായി, അപ്പോൾ ഒരു 2-3 കൊല്ലം കുട്ടിയെ വളർത്തുന്നതിനൊക്കെ വേണ്ടിയിട്ട് ജോലി ഉപേക്ഷിച്ചു. പിന്നീട് കുട്ടി ഒന്ന് മുതിർന്ന് കഴിയുമ്പോൾ ജോലിയിലേക്ക് തിരിച്ചെത്താൻ നോക്കിയാൽ ചിലപ്പോൾ അത്ര പെട്ടെന്ന് കിട്ടിയെന്ന് വരത്തില്ല. കാരണം 3 വർഷം ഗ്യാപ്പായി. പല മേഖലയിലും അഡ്വാൻസ്മെൻറ്റ് വന്നു കഴിഞ്ഞു, പുതിയ കാര്യങ്ങൾ അവരറിയണമെന്നില്ല, തിരിച്ചു വരാൻ അത്ര എളുപ്പമല്ല. പക്ഷേ ഇങ്ങനെയുള്ള ലേഡീസിന് വേണ്ടിയിട്ട് അത് അവർ പ്രത്യേകം പറയാറുണ്ട്, ഗേൾസ് വിത്ത് കരിയർ ഗ്യാപ്പ് എന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ളവരെ തിരിച്ച് ജോലിയിലേക്ക് എത്താൻ ഇന്ന് മിക്കവാറും കോർപ്പറേറ്റ് കമ്പനികൾക്കൊക്കെ അതിൻ്റെ ഒരു സ്കീമുണ്ട്. ഈവൻ ഗവൺമെൻറ്റിന് തന്നെ അതിന് കുറേ ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. ഇത് നമ്മൾ കണ്ടെത്തുവാണ്. ഇപ്പോൾ ഇൻഫോസിസ് മുതൽ IBM വരെയുള്ള IT കമ്പനികളെടുത്താൽ, ഞാൻ IT കമ്പനികൾ സൂചിപ്പിച്ചു എന്നുള്ളേ ഉള്ളൂ, അല്ലെ EY പോലെയുള്ള കമ്പനികൾ, അങ്ങനത്തെ മിക്കവാറും കോർപ്പറേറ്റ് കമ്പനീസിനെല്ലാം ഈ കരിയർ ഗ്യാപ്പ് വന്നവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ്സ് നടത്താറുണ്ട്, അവർക്ക് വേണ്ടി സ്കില്ലിംഗ് പ്രോഗ്രാംസ് നടത്താറുണ്ട്. ഇത് നമ്മൾ കണ്ടെത്തി അതിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കരിയർ ഗ്യാപ്പ് ഒരു പ്രശ്നമല്ല. ഇല്ലെങ്കിൽ ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്, അത് മനസ്സിലാക്കി അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ആ ഗ്യാപ്പ് നമുക്കൊരു പ്രശ്നമാകത്തില്ല. അപ്പോൾ 2 തരം ഗ്യാപ്പ് വരാൻ സാധ്യതയുണ്ട് കരിയറിൽ. അത് രണ്ടിനെയും ടാക്കിൾ ചെയ്യാനുള്ള ഇതും സൊല്യൂഷൻ ഞാൻ പറഞ്ഞു. അപ്പോൾ അതാണ് എനിക്ക് അതിനെക്കുറിച്ച് സൂചിപ്പിക്കാനായിട്ടുള്ളത്. നമ്മൾ ഇത്രയും നേരം ഈ തൊഴിലവസരങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇതിൽ തന്നെ നമ്മൾ ഏറ്റവും ഇപ്പം കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങുക, അല്ലെങ്കിൽ ഫ്രീലാൻസിങ് ആയിട്ട് എല്ലാവരും വർക്ക് ചെയ്യുക. ഈ ഒരു ട്രെൻഡ് അനുസരിച്ച് ഇപ്പം മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്, അതിനുവേണ്ടി തയ്യാറെടുക്കുന്നവരും ഉണ്ട്. അപ്പം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സ്, ഒരു അഡ്വൈസ് അല്ലേ? ഒരു അഡ്വൈസ് എനിക്ക് അവരോട് പറയാനായിട്ടുള്ളത്, നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടപ്പാണ് നിങ്ങളുടെ മനസ്സിലെന്നുണ്ടെങ്കിൽ യു സ്റ്റാർട്ട് ഫ്രം ദ കോളേജ് ഡേയ്സ്.
കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ ഫ്രീലാൻസിങ്ങിൽ ഇൻവോൾവ് ആവുക. അതല്ലാതെ ഞാൻ പഠിത്തത്തിന് ശേഷം എല്ലാ സെറ്റപ്പും ഉണ്ടാക്കി ഒരു ഓഫീസ് സെറ്റപ്പ് ചെയ്ത് കുറേ ജോലിക്കാരും എടുത്ത് പെട്ടെന്നൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുക എന്നുള്ളതല്ല. നമ്മളിപ്പോൾ വലിയ ഓണ്ടർപ്രണേഴ്സിനെ പലരെയും നോക്കിയാൽ അവർ സ്കൂൾ കാലത്ത്, ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഈ ഒയോ റൂംസ് സ്റ്റാർട്ട് ചെയ്ത വ്യക്തി റിതേഷ് അഗർവാൾ, പുള്ളി സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ സിമ്മ് വിറ്റായിരുന്നു പുള്ളിയുടെ പരിപാടി. എന്ന് പറയുന്നത് പോലെ നമ്മൾ കോളേജ് ഡേയ്സിലൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ ഫ്രീലാൻസ് ജോലികളിൽ ഏർപ്പെടുക. അതാണ് ഞാൻ സൂചിപ്പിച്ച ഇൻറ്റേൺഷിപ്പുകളുടെ പാർട്ടാകാം. നമ്മൾ തന്നെ പാർട്ട് ടൈം ജോലികൾ കണ്ടെത്താം, അല്ലെ ഫ്രീലാൻസിങ് ആയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പം ഫൈവർ, അപ്വർക്ക്, ഗുരു, ഫ്രീലാൻസർ, ഇങ്ങനെയൊക്കെയുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട്. അതല്ലെങ്കിൽ അതാത് സ്കിൽ അനുസരിച്ച് മറ്റ് പ്ലാറ്റ്ഫോംസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ പോയിട്ട് ചെറിയ ചെറിയ വർക്കുകൾ നമ്മൾ ഏറ്റെടുക്കുക. ആ വർക്കുകൾ നമ്മൾ ഭംഗിയായിട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന് വലിയ തുകയൊന്നും നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. പക്ഷേ ആ വർക്ക് ഭംഗിയായിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആർക്ക് വേണ്ടി ചെയ്തോ അവർ നമ്മളെക്കുറിച്ചൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് തരും. അതിലൂടെ നമ്മുടെ പ്രൊഫൈല് അതാത് പ്ലാറ്റ്ഫോമിൽ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം പഠിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വർക്കുകൾ ചെയ്ത് അതാത് പ്ലാറ്റ്ഫോമിൽ നമ്മളൊരു പ്രൊഫൈൽ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പഠനശേഷം ഫുൾ ടൈം നമ്മൾ അവൈലബിൾ ആകുമ്പോൾ നമുക്ക് കൂടുതൽ ജോലികൾ കിട്ടും. കാരണം ഞാനൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് ട്രീസയ്ക്ക് ഒരു ജോലി തരണമെന്നുണ്ടെങ്കിൽ ഞാൻ ട്രീസയുടെ പ്രൊഫൈൽ നോക്കും. ഒന്നും ചെയ്യാത്ത ഒരാൾക്ക് എന്ത് വിശ്വസിച്ച് ഞാൻ ജോലി തരാണ്ട്? അതേസമയം ഇതിനു മുമ്പ് ഒരു 5 വർക്കുകൾ ചെയ്തിട്ടുണ്ട്. 5 വർക്കുകൾക്കും അവരുടെ ക്ലയൻറ്റ് തനിക്ക് നല്ലൊരു ഫീഡ്ബാക്ക് തന്നിട്ടുണ്ടെന്ന് തോന്നുമ്പം എനിക്ക് ധൈര്യമായിട്ട് തനിക്ക് ജോലികൾ ഏൽപ്പിക്കാം. നല്ലൊരു എമൗണ്ട് തനിക്ക് തരാനും എനിക്ക് താല്പര്യം കാണും. അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെറിയ ചെറിയ വർക്കുകൾ പഠന സമയത്ത് തന്നെ ചെയ്ത്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ പോയാൽ അവിടെ ഒരു പ്രൊഫൈലൊക്കെ ബിൽഡ് ചെയ്ത് ആൾക്കാരുടെ ഇടയിൽ ഒരു റെപ്യൂട്ടേഷൻ, നമ്മളെക്കുറിച്ചൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പഠനശേഷം നമുക്ക് പെട്ടെന്നൊരു സ്റ്റാർട്ടപ്പിലേക്ക്, അതായത് ഇപ്പോൾ ഉള്ളത് തന്നെ ഒന്ന് അല്പം കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് അതായത് പതുക്കെ വളരുക എന്നുള്ള ഒരു സ്റ്റൈലാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് എനിക്ക് ഈ സ്റ്റാർട്ടപ്പൊക്കെ തുടങ്ങുന്നവരോട് അഡ്വൈസ് ചെയ്യാനായിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അറിയാനായിട്ട് പറ്റി. എനിക്ക് മാത്രമല്ല, ഇത് കാണുന്ന എല്ലാവർക്കും അറിയാനായിട്ട് പറ്റി. അപ്പം ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി തന്ന സാറിന് ഒരുപാട് താങ്ക്സ് പറയുന്നു. താങ്ക് യു. താങ്ക് യു ട്രീസ.